13 ഷട്ടറുകൾ ഉയർത്തിയിട്ടും താഴാതെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും 136.25 അടിയായി തുടരുകയാണ്. 175.50 ഖനയടി ജലമാണ് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത്. തമിഴ്നാട് 2117 ഖനയടി ജലം കൊണ്ടുപോകുന്നുണ്ട്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ്. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കിയിട്ടും ജലനിരപ്പ് ഇപ്പോഴും പരിധിയുടെ താഴേക്ക് എത്തുന്നില്ല. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്? ഗുഡ് ഈവനിംഗ് വിജയ പാർവതി. 5.5 മണിക്കൂർ പിന്നിടുകയാണ് മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ട്. ഇന്ന് രാവിലെ 11:35 കൂടിയായിരുന്നു 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിക്കൊണ്ട് 250 ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതുവരെയും ജലനിരപ്പ് താഴ്ന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്കും സൂചിപ്പിക്കുന്നത്. 136.25 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. 3036 ഖനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 2117 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. പരമാവധി 250 ഖനയടി വെള്ളം വരെ പെരിയാറിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തും ബാക്കിയുള്ള ഇടങ്ങളിലും മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ഈ ജലനിരപ്പ് താഴുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. അതേസമയം ഇപ്പോഴത്തെ റൂൾ കർവ് നാളെ അവസാനിക്കുകയാണ്. നാളെ വരെ 136 റൂൾ കർവ്. പക്ഷേ മറ്റന്നാൾ മുതൽ 136.3 റൂൾ കർവ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് അല്പം ഉയർന്നാലും മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ ഉൾപ്പെടെ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അതായത് ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ പലയിടങ്ങളിലും വെള്ളം പൊങ്ങുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിലും വെള്ളം പൊങ്ങിയില്ല. ഒരു രീതിയിലുള്ള ആശങ്കയ്ക്കും ഇടയില്ലായിരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 1 സെന്റിമീറ്റർ പോലും പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നില്ല. അതുകൊണ്ട് ആരെയും തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായില്ല. ഡാം തുറക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോഴും അതേപടി തന്നെ പെരിയാറിലെ ജലനിരപ്പ് നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ മുഴുവൻ ഷട്ടറുകളും താഴ്ത്താൻ തന്നെയായിരിക്കും സാധ്യത. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്.